മൈ വേ ബൈ കല്യാണി ചേച്ചിയുടെ വീഡിയോ ആണ് ഇപ്പം നമ്മൾ യൂട്യൂബിൽ നടന്നാൽ കാണുന്നത് കൂടുതലും. അതും കൂടാതെ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് വരെ ഉണ്ട്. അവർ ന്യായീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൈ വേ ബൈ കല്യാണി സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചാണ് കാശുണ്ടാക്കുന്നത്. അവർ പറയുന്ന ക്രീമും പ്രൊഡക്ട്സും ഒക്കെ വാങ്ങിക്കും, സൂട്ട് ചെയ്യാറില്ല, സൺസ്ക്രീൻ മേടിക്കും, അത് പുറത്തുനിന്ന് വന്നാലും ടാൻ ആണ് അത് അപ്ലൈ ചെയ്തിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കല്യാണി ചേച്ചി പറഞ്ഞിട്ടുണ്ട് പെയ്ഡ് പ്രൊമോഷനാണ്. അവരുടെ പല ലൈവിലും വന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങ് ഫുള്ള് ആഡാണ്, ബോറാണ്. ഒരു 7-8 മാസം മുന്നേ ഉള്ള വീഡിയോ, ഒരു ലൈവാണ്. ചേച്ചി നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വീഡിയോയിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആഡ് പ്രൊമോഷൻ ചെയ്യുന്നത്. ഇതൊന്നും കാണാത്തവരാണോ ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചു എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുത്ത ആൾക്കാർ കയറി പറ്റിക്കും. അതുകൂടാതെ ചേച്ചി ഒരു ന്യായീകരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ചേച്ചിയുടേതായിട്ടുള്ള കറക്റ്റ് കാര്യമാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സൂട്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് സൂട്ടാവണമെന്നില്ല, ഉള്ള കാര്യം തന്നെയാണ്. എൻ്റെ മോൾക്ക് ഹിമാലയയുടെ ഒരു പ്രൊഡക്റ്റും സൂട്ടാവത്തില്ല, എനിക്കും. പിന്നെ ഒരു 550 എനിക്കത്ര ഓർമ്മയില്ല, 10 രൂപയുടെ ലിപ്സ്റ്റിക് എന്തോ കുറച്ച് അപ്ലൈ ചെയ്താലും കൂടുതൽ അപ്ലൈ ചെയ്താലും എനിക്ക് സൂട്ടാവത്തില്ല. എൻ്റെ ചുണ്ടുകൾ ചുരുങ്ങും, കളർ ഫേഡാവും, കറക്കും. അറ്റ് ദ സെയിം ടൈം ഇത് ലാക്മേയുടെ ഒരു 250 രൂപ എന്തേ ഉള്ളൂ. ഈ ലിപ്സ്റ്റിക്ക് സൂട്ടാവുന്നുണ്ട്. എനിക്ക് കൂടുതൽ തേച്ചാലും കുറച്ച് തേച്ചാലും ഇന്നവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഞാൻ ആ ലിപ്സ്റ്റിക്ക് 500-510 രൂപയുടെ ആ ലിപ്സ്റ്റിക്ക് ഞാനെടുത്ത് ഒരാൾക്ക് പോലും കൊടുക്കാതെടുത്ത് കളയുകയാണ് ചെയ്തത്. കാരണം മറ്റൊരാൾക്ക് അത് സൂട്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ചിലർക്കുണ്ട് ഹോം റെമഡീസ് പോലും സൂട്ടാവത്തില്ല. തൈര്, നമ്മൾ ടാൻ മാറ്റാൻ പുളിന്തൈരിൻ്റെ നല്ല പുളിച്ച തൈര് എടുത്ത് ടാൻ ഉള്ളിടത്ത് തേച്ച് 2 ദിവസം തേച്ച് നല്ലപോലെ അപ്ലൈ ചെയ്താൽ നല്ലപോലെ അത് പോകും. പക്ഷേ ചിലർക്ക് അത് ഫീവറാണ്. എന്നാൽ എൻ്റെ തൈരും ഹസ്ബൻഡും നല്ല ചേർച്ചയാണ്. അത് തേച്ചാലും കുടിച്ചാലും ഒന്നും എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. കൊഞ്ച് എനിക്ക് അലർജിയാണ്. എൻ്റെ മോൾക്കോ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മറ്റു വീട്ടുകാർക്ക് ആർക്കും കൊഞ്ച് അലർജിയല്ല, പ്രൗൺസ്. അപ്പം ചേച്ചി അതിനെ ന്യായീകരിച്ചതല്ല. സായി പല്ലവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അത് ചേച്ചിക്ക് പിടിച്ചിട്ടില്ല. ഉള്ളതായിരിക്കും, കാരണം അനുഭവങ്ങൾ ഉള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ന്യായീകരിച്ചതല്ല, തെറ്റിനെ ന്യായീകരിച്ചതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ ചേച്ചിയുടെ ഒരു വലിയ ഫാനാണ്, ചേച്ചിയുടെ ഓരോ വീഡിയോയും കാണുന്നതാണ്. എനിക്ക് അന്നേരം ആ ലൈവ് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം ചേച്ചിയെ പറഞ്ഞിട്ടുള്ളതൊന്നും ഒരു കുഴപ്പമില്ല, മാന്യമായ രീതിയിൽ തന്നെയാണ് അന്നും ആൾക്കാർ പറഞ്ഞു, ഓ അവൾ തനിക്കുണം കാണിച്ചു. എനിക്ക് തോന്നുന്നില്ല, തനിക്കുണം കാണിച്ചിട്ടേ ഇല്ല. അതിൽ ചേച്ചിക്ക് സ്ട്രൈക്ക് ചെയ്തത് മോനെക്കുറിച്ച് പറയുന്നതാണ്. ഫാമിലിയിൽ മറ്റാൾക്കാർ മനസ്സിലാക്കും എന്തുവാന്ന്. പക്ഷേ ഈ മോന് സ്കൂളിൽ പോകുന്നതാണ്. പപ്പുക്കുട്ടൻ്റെ കോവയ്ക്ക, അപ്പുക്കുട്ടൻ്റെ കോവയ്ക്ക, കല്യാണി കല്യാണി എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഒരു കൊള്ളാം. ചേച്ചിക്ക് കോവയ്ക്ക ഇഷ്ടമായതുകൊണ്ട് പപ്പുക്കുട്ടൻ്റെ കോവയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കൊച്ചാണ്. അവനോട് മറ്റു പിള്ളേർ എന്തൊക്കെയാണ് പറയുന്നത്, അവനത് വലുതാവുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. കുട്ടിയെ പറഞ്ഞതാണ് ചേച്ചിക്ക് പിടിക്കാഞ്ഞത്. അത് ആർക്കാന്നേലും ഒറ്റ മോളോ ആരോ ഉണ്ടെങ്കിൽ അവർക്കത് പിടിക്കത്തില്ല. പപ്പുക്കുട്ടൻ്റെ കോവയ്ക്ക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നവരാരും ഏത്തപ്പഴം കൊണ്ടൊന്നും അല്ലല്ലോ വന്നത്. അതുകൂടാതെ പിന്നെ വേറൊരു കാര്യം, കല്യാണി ചേച്ചിയുടെ ആ വീഡിയോയുടെ കോമെൻറ്റിൽ പിന്നെ ഇയാൾ ഭയങ്കര പഴയതല്ലേ അങ്ങ് യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നീ ചെയ്തത് തെറ്റ് ദേവസേന എന്ന് പറയുന്ന പോലെ എനിക്ക് കല്യാണി ചേച്ചിയോട് പറയാനുള്ളത്, കല്യാണി ചേച്ചി ചെയ്തത് തെറ്റ്. ഈ 3-4 വർഷം കൂടിയിരിക്കുമ്പോൾ 3-4 വർഷം കൊണ്ട് കിട്ടാത്ത, അല്ലെങ്കിൽ 7-8 വർഷം വരെ ആൾക്കാർക്ക് എടുത്താൽ പോലും കിട്ടാത്ത സക്സസ് ആണ് ചേച്ചിക്ക് 8 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ചേച്ചി യൂട്യൂബിൽ നിന്ന് നേടിയെടുത്തത്. അത്രയധികം വലിയ യൂട്യൂബ് ഈവൻസിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ മിടുക്ക് തന്നെയാണ്. എത്ര പഴകി എത്ര പുതിയതുമായിട്ട് ഇതിലൊരു ബന്ധവും ഇല്ല. മൂത്ത ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. പക്ഷെ നമ്മളൂടെ നോക്കണം, ആ മൂത്ത ആൾക്കാർ മന്ദബുദ്ധികളാണോ? മൂത്തവരിൽ ബുദ്ധിയില്ലാത്ത ടീംസും ഉണ്ട്, വിവരമില്ലാത്ത ടീംസും ഉണ്ട്. അങ്ങനെ എല്ലാ മൂത്തവരുടെയും കയറി നമ്മൾ വാക്കുകൾ വിശ്വസിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് പഴക്കം പുതിയത് എന്നൊന്നുമില്ല. ചേച്ചിക്ക് കിട്ടിയ സക്സസ് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. അതിൻ്റെ കുറച്ച് കുശുമ്പാണ് നമ്മൾ ഈയിടെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആളെ പറ്റിക്കുന്നു എന്ന് പറയുന്നത് അത് ചേച്ചി ന്യായീകരിച്ചതല്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാണ്. എനിക്കും അനുഭവം ഉണ്ട്. ഞാൻ ചേച്ചിയുടെ ഫാനാണ്. ചേച്ചിയെ ന്യായീകരിച്ചിട്ട് എനിക്ക് അവരുടെ അക്കൗണ്ടിലെ പൈസയൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നു.